ഹലോ ഓൾ. നമ്മൾ ഇന്നത്തെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ടോപ്പിക്കാണ് ഇൻട്രൊഡക്ഷൻ ടു HTML. അപ്പം ഈ ഒരു വീഡിയോ ഇടുമ്പോൾ അതൊരു പകുതിക്കൊന്ന് തുടങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ ടു HTML ഇന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതിയത്. അപ്പോൾ HTML എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇത് ആക്ച്വലി എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്? ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. അപ്പൊ ഈ ലാംഗ്വേജിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, അതിൻ്റെ അകത്ത് ഡോക്യുമെന്റ്സ് കംപ്രൈസ്ഡ് ഓഫ് കണ്ടന്റും ഉണ്ട്, മാർക്കപ്പ് ടാഗ്സ് ഉണ്ട്. അപ്പൊ രണ്ട് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? മാർക്കപ്പ് ടാഗ്സും ഉണ്ട്, കണ്ടന്റും ഉണ്ട്. മാർക്കപ്പ് ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ടെൽസ് ദ വെബ് ബ്രൗസർ ടു ഹൗ ടു ഡിസ്പ്ലേ ദ പേജ് എങ്ങനെ കാണിക്കണം. അതായത് ഈ അറ്റത്തൊരു ഒരു ബട്ടൺ, അല്ലെങ്കിൽ ഈ മാർജിന്റെ സ്പേസ് ഇത്ര ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ഈ പർട്ടിക്കുലർ ലൈനിന്റെ ഫോണ്ട് കളർ ഇന്നതായിരിക്കണം, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക വെബ് ബ്രൗസറിന്. അതാരാ ചെയ്യുക? ടാഗ്സ് ആണ് ചെയ്യണത്. പിന്നെ ടാഗ് കൂടാതെ പിന്നെ വേറൊരു സാധനം ഉള്ളത് എന്താ വെച്ചാൽ കണ്ടന്റ് ആണ്. കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ നമ്മൾ കാണുന്ന യൂസർ കാണുന്നതെല്ലാം കണ്ടന്റ്സ് ആണ്. അപ്പൊ ആ കണ്ടന്റ്സ് ഈ ടാഗ്സിന്റെ ഉള്ളിലാണ് വരുന്നത്. ഇനി ഈ ഒരു HTML ഫയലിന് മസ്റ്റ് ഹാവ് ആൻ എക്സ്റ്റൻഷൻ HTM or HTML .htm or HTML. നമുക്ക് ഏതെങ്കിലും ഒരു സിമ്പിൾ ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്തിട്ട് ഒരു HTML ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഫസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. ഇത് നമ്മൾ നേരത്തെ ലൈവ് ക്ലാസ്സിൽ ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതായിരുന്നു നമ്മൾ എടുത്ത ഒരു പേജ് എന്ന് പറയുന്നത്. അപ്പൊ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക, ഇത്ര അങ്ങ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? സേവ് ചെയ്യുക കേട്ടോ. സേവ് ചെയ്യാം. അപ്പൊ നോക്കൂ, HTML കമ്പൽസറി ആയിട്ടും വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇത്രയുമാണ്. ഇത്രയും നമ്മുടെ ഒരു HTML പേജിന്റെ അകത്ത് നമുക്ക് എന്തായാലും വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഏതൊക്കെയാണ്? ഒരു HTML ടാഗ് ഓപ്പൺ ചെയ്യണം. പിന്നെ അപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്ത് പോവുക? ക്ലോസ് ചെയ്തും പോവുക. പിന്നെ അതിനുശേഷം ഒരു ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്യുക, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുക. ബോഡി പറഞ്ഞൊരു ടാഗ് ഉണ്ട്, ബോഡി പറഞ്ഞ ടാഗ് ക്ലോസ് ചെയ്യുക. ഇനി ഈ ടാഗിന്റെ ഉള്ളിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഇതാണ് അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ വെബ്സൈറ്റിൽ കാണിക്കുന്നതെല്ലാം എന്താണ്? കണ്ടന്റ്സ് മാത്രമായിരിക്കും കാണിക്കുക. ടാഗ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇറ്റ്സ് ഓപ്പണിംഗ് ടാഗും ഉണ്ട്, ക്ലോസിംഗ് ടാഗും ഉണ്ട്. ഒരു ടാഗിനെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? എനിത്തിങ് വിച്ച് ഇസ് ഡിസ്ക്രൈബ് ഇൻ ബിറ്റ്വീൻ ദിസ് ആംഗിൾ ബ്രാക്കറ്റ്. ഈ ആംഗിൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ പറയുന്ന ഇതിനെയാണ് നമ്മൾ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു സ്റ്റാർട്ടിംഗ് ടാഗ് ആണ്. അപ്പൊ ഇതിന്റെ ക്ലോസിംഗ് ടാഗിന്റെ ഫസ്റ്റ് ആംഗിൾ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് ഉണ്ടാവും. ഇതാണ് ഈ ബോഡിയുടെ ക്ലോസിംഗ് ടാഗ്. അപ്പൊ ഓപ്പണിംഗ് ടാഗ് എന്താണെന്ന് മനസ്സിലായി, ക്ലോസിംഗ് ടാഗ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഹെഡിന്റെ അകത്ത് എന്താണ്? ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. ടൈറ്റിൽ നോക്കൂ, മൈ ഫസ്റ്റ് പേജ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? എഗെയിൻ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ പോവുക. ഇത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. HTML ആയിട്ടാണ് ഞാൻ സേവ് ചെയ്തിട്ടുള്ളത്. അപ്പത്തേക്ക് ഓപ്പൺ ആവും. കണ്ടോ, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന മൈ ഫസ്റ്റ് പേജ് എന്നാണ്. കണ്ടോ, ടൈറ്റിൽ വന്നിരിക്കുന്ന നോക്കിയാൽ മൈ ഫസ്റ്റ് പേജ്. ഇവിടെ ഞാൻ ഹലോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്ത് നോക്കാം, അത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. മൈ ഫസ്റ്റ് പേജിന് പകരം ഞാൻ കൊടുക്കാണ് ഹോം പേജ് എന്ന് കൊടുക്കാം. ഹോം പേജ്. ഇനി ഹെലോയ്ക്ക് വരാം. ഹലോ, ഹൗ ആർ യു. ഇതിപ്പോ ഞാൻ ഇങ്ങനെ കൊടുക്കാന്ന് വിചാരിക്കാം. ഹലോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിലൊക്കെ ഇങ്ങനെ ഞാൻ ഇവിടെ കുറെ അതും ഇതൊക്കെ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നടക്കുക, ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഞാൻ ഇങ്ങനെ കുറച്ച് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ സേവ് ചെയ്തു. ഞാൻ ഈ പേജിൽ പോയി ഇത് ജസ്റ്റ് റിഫ്രഷ് ചെയ്യുക, F5 അടിക്കുക. ബട്ട് ഇതാ കണ്ടോ, ടൈറ്റിൽ എന്തായി? ഹോം പേജിൽ ചേഞ്ച് ആയി. കണ്ടോ? പക്ഷെ ഹലോ കഴിഞ്ഞ് ഞാൻ താഴെ ഒക്കെ ഇട്ട് നെക്സ്റ്റ് ലൈനിൽ കൊടുത്ത ഹൗ ആർ യു, അങ്ങനെ കുറെ സാധനങ്ങളെല്ലാം ഒരൊറ്റ വരിയിലാണ് വന്നത്. അതായത് അതിലെ കണ്ടന്റ് കണ്ടന്റിന് എന്തെങ്കിലും ഫോർമാറ്റ് വരുത്തണം, എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള ടാഗ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഫോർമാറ്റിംഗ് ചെയ്യാനായിട്ടുള്ള ടാഗ്സ് ആണ്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ആണ്. അപ്പൊ നമുക്ക് അത് ആദ്യം PPTയിലോട്ട് പോകാം. അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് അത് എങ്ങനെയാണെന്നുള്ളത് ഇത് ചെയ്ത് നോക്കാം, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ടാഗ് നെയിമിന്റെ കാര്യം പറഞ്ഞത്. കേസ് സെൻസിറ്റീവ് അല്ല, ആ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക.
പക്ഷെ ലോവർ കേസ് യൂസ് ചെയ്യണതാണ് ഒരു സ്റ്റാൻഡേർഡ്. ഇനി ടാഗിന് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവാം. അതായത് ടാഗ് എന്താണെന്നാ ഞാൻ പറഞ്ഞ ഓപ്പണിംഗ് ബ്രാക്കറ്റിന്റെയും ക്ലോസിംഗ് ആംഗിൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളതാണ് ടാഗ്. ആ ടാഗിന് നമുക്ക് വേണമെങ്കിൽ ഒരു ആട്രിബ്യൂട്ടിനെ കൊടുക്കാം. അപ്പൊ ആ ആട്രിബ്യൂട്ട് എങ്ങനെയായിരിക്കും ഇരിക്കുക എന്നുള്ളത് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം വലിയ കാര്യമായിട്ട് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു സംഭവമായിട്ടൊന്നും, ബട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ. സി ടാഗിൻ നെയിം, ടാഗിന്റെ പേര് A1 എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു V1 എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് 1ന്റെ വാല്യൂ V1 ആണ്. അപ്പോൾ ഈ A1 എന്നുള്ളത് ഇവിടെ ഈ ആട്രിബ്യൂട്ടിന്റെ ഒരു ഈ ടാഗിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ്. അതിന്റെ വാല്യൂ നമ്മൾ എപ്പോഴും എന്തിലാണ് കൊടുത്തിരിക്കുന്നത്? കോഡ്സിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് HTML ആയതുകൊണ്ട് ഒരു ഇന്റർപ്രിറ്റഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഇതിപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയെന്ന് വെക്കുക. ഇപ്പൊ C പ്രോഗ്രാം ആണെങ്കിൽ എന്താണത് ലൈൻ നമ്പർ 26 എറർ ആണ്, ഞാൻ വർക്ക് ചെയ്യില്ല എന്ന് നിങ്ങളോട് പറയും. പക്ഷേ HTML ഒരിക്കലും ഇങ്ങനെ എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞൊരു എറർ മെസ്സേജ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. യു നീഡ് ടു ഫൈൻഡ് ഇറ്റ് യുവർ ഓൺ, കണ്ടുപിടിക്കേണ്ടി വരും. ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഇന്റർപ്രിറ്റഡ് ലാംഗ്വേജ്. സി ഇവിടെ ടേബിൾ എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. അത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ്. അതിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് ബോർഡർ. ബോർഡർ ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിന് ബോർഡർ ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് ഇതൊക്കെ. എൻറ്റയർ HTML-ന് 2 പാർട്ടുണ്ട്, ഹെഡും ബോഡിയും. ഹെഡ് ടാഗിന്റെ ഉള്ളിലും ബോഡി ബോഡിയുടെ ഉള്ളിലുമാണ് കൊടുക്കുന്നത്. എല്ലാ ടാഗും മറ്റെല്ലാ ടാഗും ബോഡി എന്ന് പറയുന്ന ടാഗിന്റെ അകത്തായിരിക്കും വരിക. ഇനി ടൈറ്റിൽ ടാഗ് ഉണ്ട്, അത് പേജിന്റെ ടൈറ്റിൽ കാണിക്കാനാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, പാരഗ്രാഫ്, ബ്രേക്ക്. അപ്പൊ ആദ്യം നമുക്ക് ബ്രേക്ക് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഇതല്ലായിരുന്നു നമ്മുടെ ഇത്. നമുക്ക് ഇവിടെ ഇങ്ങനെ എന്താ വേണ്ടത്? അടുത്ത ലൈനിലേക്ക് വരണം അല്ലേ? അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ബ്രേക്ക് ടാഗ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ടാഗിന് സ്റ്റാർട്ട് ടാഗും ഉണ്ട് എൻഡ് ടാഗും ഉണ്ട്. പക്ഷെ ഈ ബ്രേക്ക് എന്ന് പറഞ്ഞ ടാഗ് സിംഗിൾ ടാഗ് ആണ്. അതായത് അതിന് എൻഡ് ടാഗിന്റെ ആവശ്യമില്ല. അതായത് ഇങ്ങനെ ഒരു സാധനം ഇല്ലേ, ഇതിന്റെ ആവശ്യമില്ല. കണ്ടോ? വെറുതെ BR എന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ന്യൂ ലൈൻ വരുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഹെലോ കഴിഞ്ഞ് ഞാൻ BR ഇട്ടിട്ടുണ്ടല്ലോ, വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ F5 അടിച്ചു, കണ്ടോ? അടുത്ത ലൈനിലേക്ക് വന്നു. സി ഇവിടെ ഞാനിപ്പോ ഇതിന്റെ അകത്ത് ഞാൻ ചിലപ്പോൾ ഇത് ഭയങ്കര ബോൾഡ് ആയിട്ട് കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിന്റെ ഫോണ്ട് സൈസ് ഞാൻ ഇൻക്രീസ് ചെയ്തു. പക്ഷെ എന്നാലും ഇവിടെ ഞാൻ ഇതിന്റെ കളർ മാറ്റി കൊടുത്തു, എന്നാലൊന്നും അവിടെ ഒരു ചേഞ്ചും വരില്ല കേട്ടോ. അപ്പം ഇത് ഞാൻ ഇനിയിപ്പോ എനിക്ക് ഹൗ ആർ യു കഴിഞ്ഞിട്ട് ഒരു ന്യൂ ലൈൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എഗെയിൻ ഇവിടെ BR കൊടുക്കുക, സേവ് ചെയ്യുക, അപ്പുറത്ത് പോവുക, റിഫ്രഷ് ചെയ്യുക. സി ഹൗ ആർ യു കഴിഞ്ഞപ്പോഴത്തേക്കും താഴെ വന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബോൾഡ് ടാഗിനെ പറ്റിയാണ്. ബോൾഡ് ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സാധനം ബോൾഡ് ആയിട്ട് കാണിക്കണം. ബോൾഡ് ആയിട്ട് കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ബോൾഡ് ടാഗാണ് B. കണ്ടോ? ഈ B ആണ് ബോൾഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ B ഞാൻ ബോൾഡ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അത് ബോൾഡ് ആയിട്ട് വരും. /B അത് അതിന്റെ ക്ലോസിംഗ് ടാഗ്. സേവ് ചെയ്യുക, അപ്പുറത്ത് പോവാം, F5 അടിക്കുക. കണ്ടോ? ഇവിടെ ബോൾഡ് എന്നുള്ളത് കുറച്ച് ഞാൻ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്യാം. കണ്ടോ? ബോൾഡ് എന്നുള്ളത് മറ്റേ ഹലോ ഹൗ ആർ യുനേലും കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് അണ്ടർലൈൻ നമുക്കൊന്ന് നോക്കാം. അണ്ടർലൈൻ്റെ ടാഗ് ആണ് U. അണ്ടർലൈൻ /U സേവ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്ത് പോയിട്ട് റിഫ്രഷ് അടിച്ചു നോക്കാം. സി അണ്ടർലൈൻ. ഞാൻ അവിടെ ബ്രേക്ക് കൊടുത്തിട്ടില്ല എന്ന് തോന്നണം. കണ്ടോ? അത് നേരെയാ വന്നത്. ഇപ്പൊ താഴത്തെ ലൈനിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ബോൾഡ് ടാഗിന്റെ ക്ലോസിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രേക്കും കൂടെ കൊടുക്കുക. കഴിയുമ്പോഴേക്കും ഇവിടെ അണ്ടർലൈൻ താഴെ വന്നു. ഇനി നമുക്ക് വേറെ ഏതാ പഠിക്കാനുള്ളത്? ഇറ്റാലിക്സ് ആണെന്ന് തോന്നുന്നു. സി ഇറ്റാലിക്സ് I ആണ്. ഇറ്റാലിക്സ് F5 കണ്ടോ? ഇറ്റാലിക്സ് ബ്രേക്ക് ഇട്ടില്ല, അതുകൊണ്ടാണ് നേരെ വന്നത്. ഇറ്റാലിക്സ് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ബ്രേക്ക് ഇടാം. വെബ് പേജിന്റെ അകത്ത് എന്താണോ വരേണ്ടത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാണോ, ടാഗ് എഴുതിയിട്ടുണ്ടാണോ, എന്നാലേ വരുള്ളൂ. അല്ലാതെ വെറുതെ കണ്ടന്റിൽ നെക്സ്റ്റ് ലൈൻ അടിച്ചുകൊണ്ട് ഇപ്പുറത്ത് വരത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, എനിക്കിപ്പോ ഒരു സാധനം ബോൾഡും ആയിരിക്കണം അണ്ടർലൈനും ആയിരിക്കണം, രണ്ടും വേണം എന്നാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? നെസ്റ്റ് ചെയ്യാൻ പറ്റും ടാഗ്സ്. അതായത് ബോൾഡിന്റെ ഉള്ളില് അണ്ടർലൈൻ രണ്ടും കൂടെ വേണം എനിക്ക്.
ബോൾഡ് ആൻഡ് അണ്ടർലൈൻ, ബോൾഡ് ആൻഡ് അണ്ടർലൈൻ രണ്ടും കൂടെ വേണം. അപ്പൊ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ഓർക്കണം? ആദ്യം ക്ലോസ് ചെയ്തത് എന്താണ്, അതായത് ലാസ്റ്റ് തുറന്നത് എന്താണോ ആ ഓർഡറിൽ വേണം ക്ലോസ് ചെയ്യാൻ. അപ്പൊ ആദ്യം ക്ലോസ് ചെയ്യേണ്ടത് എന്തായിരിക്കും? ഐ. അതിനുശേഷമായിരിക്കണം ബി. നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ളത്. കണ്ടോ, ബോൾഡുമായി അണ്ടർലൈൻ അല്ല ഞാൻ ചെയ്തത്, ഇറ്റാലിക്സ് ആണല്ലോ ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പൊ അതൊന്ന് മാറ്റി നമുക്ക് അണ്ടർലൈൻ ആക്കാം കേട്ടോ. കണ്ട, ബോൾഡ് ആൻഡ് അണ്ടർലൈൻ വന്നു. ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ രണ്ടും വേണം, എനിക്ക് മൂന്നും വേണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാ, ഇവിടെ ഐയും കൂടെ ചേർത്താ പോരെ. ആദ്യം അത് ക്ലോസ് ചെയ്യാം, ഐയും കൂടെ ചേർത്തു. അപ്പൊ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ മൂന്നും വന്നു. ഇത് മൂന്നുമാണ് നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. ന്യൂ ലൈൻ പഠിച്ചു. പിന്നെ ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്. പാരഗ്രാഫ് എന്ന് പറഞ്ഞ ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫ് ആയിട്ട് നമുക്ക് ഡാറ്റ വരാനാണ്. അത് പി എന്ന് പറയുന്ന ടാഗ് ആണ് പാരഗ്രാഫ്. എന്നിട്ട് ഞാനിപ്പോ ഇവിടെ കുറച്ചത് ഇങ്ങനെയൊക്കെ കുറെ അതും ഇതൊക്കെ ടൈപ്പ് ചെയ്യുവാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കുറെ ഇതൊക്കെ കുറെ നമുക്ക് കൊടുക്കാം. നല്ലാണല്ലോ ഇതിലൊക്കെ വരുള്ളൂ. അപ്പൊ അതൊരു പാരഗ്രാഫ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പി എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ഇപ്പൊ ഇത് ഞാൻ തെറ്റിപ്പോയെന്ന് വെച്ചത്, ഞാൻ അടിച്ചില്ല എന്ന് വെക്കാം. എന്ത് സംഭവിക്കാൻ നോക്കാം? അപ്പുറത്ത് വല്ല എറർ മെസ്സേജും കാണിച്ച് കമ്പ്യൂട്ടർ വല്ലതും പൊട്ടിത്തെറിക്കോ? നത്തിങ് വിൽ ഹാപ്പൻ. കണ്ടോ, ഇതിപ്പോ ഒരു പാരഗ്രാഫ് ആയിട്ടായിരിക്കും നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ക്ലോസിംഗ് ടാഗ് കൊടുത്തിട്ടില്ല, പക്ഷെ അത് ഒരു എററും കാണിച്ചില്ല. നമുക്ക് നോക്കാം, കൊടുത്ത് നോക്കാം എന്ത് ഡിഫറൻസ് ഉണ്ടാവാന്ന് നമുക്ക് നോക്കാം. F5 അടിക്കാം. ഇറ്റ് വർക്ക്. അതിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഫോണ്ട് കളറൊക്കെ മാറ്റാം കേട്ടോ. ഇപ്പോൾ ഒരു പാരഗ്രാഫ്, എൻ്റെ ഈ ഒരു പാരഗ്രാഫ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, അതെനിക്കിപ്പോൾ ബോൾഡ് ആക്കിയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഫോണ്ട് കളർ ബ്ലൂ ആയിരിക്കണം എന്നൊക്കെ വേണമെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയുമാണുള്ളത്, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. ഓക്കെ, താങ്ക് യു, ബൈ.